ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ, അതിൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയ ഡ്രോണുകളെല്ലാം, പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകളെല്ലാം ചൈനീസ് നിർമ്മിത ഡ്രോണുകളായിരുന്നു എന്ന വാർത്ത കൂടി അനുബന്ധമായി ചേർത്ത് വായിക്കേണ്ടത് കൂടിയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ചെയ്തു. ശ്രീനാഥ്, ഒട്ടും ശുഭകരമായ വാർത്തകളല്ല പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ബലൂച്ച് ലിബറേഷൻ ആർമി ക്വറ്റോ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല പിടിച്ചടക്കിയിരിക്കുന്നു. അവരുടെ രാജ്യമായി ആ മേഖല പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. ഏതാണ്ട് ആ മേഖല അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അസിം മുനീർ എവിടെ? അസിം മുനീറിനെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ പട്ടാള മേധാവി സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ നീക്കിയെന്ന വാർത്ത വരുന്നു. ജനറൽ ഷംഷാദ് മിർസ പുതിയ പട്ടാള മേധാവിയാകും എന്ന വാർത്ത വരുന്നുണ്ട്. പാക് പ്രധാനമന്ത്രി എവിടെ പോയി എന്ന ഉത്തരമില്ല. അങ്ങനെ മൊത്തത്തിൽ പാകിസ്ഥാൻ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. കറാച്ചി പോലുള്ള തന്ത്രപ്രധാനമായ ഒരു തുറമുഖം അത് നശിച്ച് നാശോന്മുഖമായിരിക്കുന്നു ഇന്ത്യയുടെ INS വിക്രാന്തിനുള്ള ആക്രമണത്തിൽ. അങ്ങനെ ഇനി എന്ത് നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കും എന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ല, അല്ലേ? തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുണ്ട്. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണം, മറുവശത്ത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണം. കൊറ്റ മാത്രമല്ല, ഹസാര ടൗൺ അടക്കമുള്ള മറ്റു പല മേഖലകൾ കൂടി ഒരുമിച്ച് BLA പ്രവർത്തകർ പോരാളികൾ ഇപ്പോൾ ആക്രമിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ബലൂചിസ്ഥാന്റെ വിമോചനത്തിന് പറ്റിയ സമയം എന്ന തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പാളീസായി നിൽക്കുന്ന പാക് സൈന്യം ഉള്ളപ്പോൾ അതിന് പറ്റിയ സമയം എന്ന് BLA കാർ, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തകർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നുണ്ടാകും. അതുകൊണ്ടാവും അവർ കൂടി ആക്രമണം ശക്തമാക്കിയത്. ഇതോടെ പാകിസ്ഥാനെ വലിയ പ്രതിസന്ധി, അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല BLAയുടെ ഭാഗത്തു നിന്നുകൂടി ഈ ആക്രമണം ഉണ്ടായതോടെ വലിയ പ്രതിസന്ധിയിലായി കഴിഞ്ഞു ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ പോലും ഇപ്പോൾ കാണാനില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് തൊട്ടടുത്ത് വെച്ച് ഒരു സ്ഫോടനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രതിരോധ സംവിധാനം എത്രത്തോളം പൊളിഞ്ഞു പോയി എന്നതിന് മറ്റൊരു തെളിവും ഇനി ആവശ്യമില്ല. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടായെങ്കിൽ, ആക്രമണം ഉണ്ടായെങ്കിൽ അത് പാകിസ്ഥാന്റെ പ്രതിരോധ രംഗത്തെ പൂർണ്ണമായി തന്നെ തകർന്നു എന്ന രീതിയിൽ നമുക്കതിനെ വിലയിരുത്താം. പ്രധാനമന്ത്രിയെ പോലും ബംഗറിലേക്ക് മാറ്റി എന്ന വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ പതനം അത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. മാത്രമല്ല, ഈ ലാഹോറിൽ നിന്ന് ചില ഇപ്പോൾ വിദേശ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ഒരു 2.5 മണിക്കൂറിൽ സംഭവിച്ച കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നോക്കുക, പാകിസ്ഥാന്റെ ഭാഗത്തും പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. 33 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടാകുന്നു. ഇന്ത്യ അത് പാടെ തകർക്കുന്നു. മിസൈൽ ആക്രമണങ്ങൾ, 8ഓളം മിസൈലുകൾ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്നു, അതും ഇന്ത്യ തകർക്കുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നീടാണ് ഈ പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാൻ പോലും ചിന്തിച്ചു കാണില്ല ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുണ്ടാവുന്നു എന്നുള്ളത്. കാരണം അതിർത്തിയല്ല ലക്ഷ്യം വെച്ചത്, അതിർത്തിയും കടന്ന് അകത്ത് കടന്ന് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാന നഗരങ്ങൾ ഇസ്ലാമാബാദ്, സിയാൽകോട്ട്, കറാച്ചി, പെഷവാർ, റാവൽപിണ്ടി അങ്ങനെയൊക്കെയുള്ള 12 ഇടങ്ങളിലേക്ക് ഇന്ത്യയുടെ ആക്രമണം എത്തുകയാണ്. ഏറ്റവും ഒടുവിൽ INS വിക്രാന്ത് ഉപയോഗിച്ച് സമുദ്രത്തിലൂടെയും പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടുള്ള ഒരു നീക്കം അത് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചില്ല, പിൻവാങ്ങേണ്ടി വരുന്നു. അതിന് പിന്നാലെ വരുന്ന വാർത്തകൾ അതൊട്ടും നല്ലതല്ല രാജ്യത്ത്. കാരണം ഒരു പട്ടാള അട്ടിമറി അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. മേധാവി ആ സ്ഥാനത്ത് മാറ്റിയിരിക്കുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ കൊറ്റയടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എവിടേക്ക് പോയി എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ പാകിസ്ഥാൻ ചെയ്തത് എന്താണ്? അത് അതിസാഹസം എന്ന് പറയാതെ മറ്റൊന്നല്ല. അത്തരത്തിൽ ഒരു സാഹസം ഉണ്ടായാൽ തിരിച്ചടി അത് വലുതാവുമെന്ന് നേരത്തെ ഇന്ത്യ അറിയിച്ചതുമാണ്. അത് തന്നെ നടക്കുകയും ചെയ്തു, അല്ലേ? അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിസാഹസം എന്നതും ഹിമാലയൻ ബ്ലണ്ടർ എന്നതും ഒരുമിച്ച് വന്ന ഒരു സന്ദർഭമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം തല പിൻവലിക്കാനുള്ള ഒന്നാന്തരം അവസരമാണ് പാകിസ്ഥാൻ കളഞ്ഞു കുളിച്ചത്. പാകിസ്ഥാന്റെ മണ്ണിൽ 9 ഇടങ്ങളിൽ പാകിസ്ഥാന്റെ എയർ സ്പേസ് ഭേദിക്കാതെ തന്നെ ഇന്ത്യ ആക്രമണം നടത്തി. അതോടെ അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ എല്ലാവരും ചിന്തിച്ചിടത്താണ് പാകിസ്ഥാൻ ഏകപക്ഷീയമായി എസ്കലേഷൻ മോഡിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാനും ഇടങ്ങളിൽ ഡ്രോൺ ആക്രമണം, അത് 56-ൽ പരം ഡ്രോണുകളാണ് ഭാരതത്തിന്റെ ഈ ഡിഫൻസ് സംവിധാനം, ഏറിയൽ ഡിഫൻസ് സംവിധാനം വെടിവെച്ചിട്ടത്. നമ്മുടെ ഒരു ഏറിയൽ ഡിഫൻസിന്റെ ഒരു ടെനാസിറ്റി അളക്കാൻ സാധിച്ച സമയമാണ് 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ഇത്രയധികം വലിയ സ്കെയിലിലുള്ള വ്യോമ ആക്രമണങ്ങൾ രാജ്യം ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കാർഗിലൊക്കെ ഒരു പരിമിതമായ യുദ്ധമായിരുന്നു 1999.
അതുകൊണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പൂർണ്ണമായ കാര്യക്ഷമത അളക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ റഷ്യയിൽ നിന്നും ഇന്ത്യ സമീപകാലത്ത് വാങ്ങിയെടുത്ത S-400 മിസൈൽ പ്രതിരോധ ഏറിയൽ ഡിഫൻസ് സംവിധാനങ്ങൾ, അതിന്റെ ടെനാസിറ്റി, വെറാസിറ്റി അത് അളക്കാനുള്ള ഒന്നാം തരം അവസരമായിരുന്നു. സമർത്ഥമായി ഈ ഏറിയൽ ഒബ്ജക്റ്റിനെ തടഞ്ഞിടുന്നതിൽ ഭാരതം വിജയിച്ച ഒരു കാഴ്ചയാണ്. അതേ തുടർന്നുണ്ടായ പ്രത്യാക്രമണം പാകിസ്ഥാൻ കരുതിയതിനേക്കാൾ വളരെ വളരെ ഭീമമായ തോതിലുള്ള പ്രത്യാക്രമണമാണ് നടന്നത്. പാകിസ്ഥാന്റെ 12 നഗരങ്ങളെ തീർച്ചയായും പൂർണ്ണമായി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള കരനാവിക വ്യോമ സംയുക്ത ആക്രമണം സംഭവിച്ചു. ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പോലും ബങ്കറുകളിൽ പോകേണ്ട അവസ്ഥ വരിക എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷാ ഭീഷണിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങളാണ് പാകിസ്ഥാനിൽ പല നഗരങ്ങളിലായി ആളുകൾ കേട്ടത്. ഏറിയൽ ബാറ്ററീസ് ഉപയോഗിക്കുന്നു എങ്കിൽ തന്നെ ലാഹോർ നഗരത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എന്നതാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യ ഉപയോഗിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ വളരെ ദുർബലമായ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും പാകിസ്ഥാന് നാശനഷ്ടങ്ങളുടെ തോത് വളരെ കൂടുതലാണ്. ഫൈനൽ പിക്ചർ ഒരിക്കലും ഈ അടുത്ത സമയത്തേക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ, അത് കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയ ഒരു മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിനാണ്. ഭാരതം സെലക്ട് ചെയ്ത് ആക്രമിച്ച തീവ്രവാദ ക്യാമ്പുകൾ മാത്രമാണ്. പക്ഷെ അവിടെ കൊല്ലപ്പെട്ടത് 40-ലധികം നിരപരാധികൾ കൊല്ലപ്പെട്ടു, സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ പാകിസ്ഥാൻ ഇനിയാണെങ്കിലും ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, പൂർണ്ണമായും സൈനിക കേന്ദ്രങ്ങളും സൈനിക ബന്ധമുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസുമാണ് ആക്രമണ വിധേയമായതെന്നാണ് റിലയബിൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ എയർ സ്പേസ് പാകിസ്ഥാൻ ഭേദിക്കുകയും 4 വിമാനങ്ങളെങ്കിലും പാകിസ്ഥാന്റേത് താഴെ വീഴുകയും ചെയ്തിട്ടുണ്ട്. JF-17 കാറ്റഗറിയുള്ള ചൈനീസ് നിർമ്മിത വിമാനവും F-16 വിമാനവും എല്ലാം തന്നെ ഇന്ത്യ വിജയകരമായി വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ വ്യോമ കപ്പാസിറ്റി അത് പാകിസ്ഥാൻ ഉദ്ദേശിച്ചതുപോലെ ഫലിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഇത് എസ്കലേഷൻ മോഡ് എന്നതിനേക്കാൾ കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഒരു യുദ്ധം വ്യാപകമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു ലിമിറ്റഡ് സ്കെയിൽ വാർ എന്ന സങ്കല്പത്തിൽ നിന്നും ഏറെ മാറിയിരിക്കുന്നു. ഏതാണ്ട് ഒരു ഫുൾ ബ്ലോൺ വാറായി ഈ യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിണമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.